ഹലോ വെൽക്കം ബാക്ക് ടു നോളജ് ഹണ്ടർ. നോളജ് ഹണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് 6ാം ക്ലാസ് BSലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ചാപ്റ്റർ മിക്സ് ആൻഡ് സെപ്പറേറ്റ് ചേർക്കാം വേർതിരിക്കാം, ആ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ബേസ്ഡ് ഓൺ ദ മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ ദം. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിലെയും മോളിക്യൂളിനനുസരിച്ച് ഇവയെ വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഈ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യണം. കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ നമുക്ക് മിക്സ്ചറാണ് തന്നിട്ടുള്ളത്. ഇവിടെ മിക്സ്ചർ ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും ഉറപ്പിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പറയാൻ പറ്റും. ഇവിടെ ഏതായിരിക്കും മക്കളെ? ഇവിടെ പ്യുവർ സബ്സ്റ്റൻസസ് ആയിരിക്കും. ഓക്കെ, ശുദ്ധ പദാർത്ഥങ്ങളായിരിക്കും, പ്യുവർ സബ്സ്റ്റൻസസ്. ഓക്കെ, ഞാൻ ഒന്ന് ചെറുതാക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് ചെറുതാക്കി ഞാൻ വയ്ക്കുന്നുണ്ട്. ഓക്കെ, റെഡി. ഇവിടെ പോയി ഒന്ന് കിട്ടി. ഓക്കെ, കിട്ടി. ഓക്കെ, ഇപ്പം റെഡി. ഓക്കെ, പ്യുവർ സബ്സ്റ്റൻസ് എഴുതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്, കുറച്ച് പ്രത്യേക സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഫില്ല് ചെയ്യണം. ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഫില്ല് ചെയ്ത് കളയാം. ഓരോ പദാർത്ഥവും നമുക്ക് എടുത്ത് നോക്കാം, ഓരോ സബ്സ്റ്റൻസും നമുക്ക് എടുത്ത് നോക്കാം. ഫസ്റ്റുള്ളതാണ് എന്ത്? നമ്മളുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. മക്കളെ, നമുക്കറിയാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിവിടെ എഴുതിയിട്ടുണ്ട്, ഇനി നമ്മളത് എഴുതണ്ട. പിന്നെ നോക്ക്, സോഡ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സോഡ എന്ന് പറഞ്ഞാൽ മിക്സ്ചറാണ്. സോഡയിൽ 2 മോളിക്യൂൾ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. സോഡ എന്ന് പറയുന്നത് മിക്സ്ചറിലായിരിക്കും വരിക. ഇവിടെ ഏത് വരും മക്കളെ? നമ്മളുടെ സോഡ എന്ന് വരും. ഓക്കെ, സി ഇവിടെ നമുക്കടുത്ത് ഫില്ല് ചെയ്യണം. അതിനു മുമ്പ് അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പല്ലേ? ഇരുമ്പിൽ നമുക്കറിയാം, ഇരുമ്പിൽ ഒരൊറ്റ മോളിക്യൂളേ ഉള്ളൂ, ഒരു തന്മാത്രയേ ഉള്ളൂ. അയൺ എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും. അയൺ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കോളത്തിൽ എഴുതി വയ്ക്കാം. അടുത്തത് എയർ. നമുക്കറിയാം എയറിൽ ഒരുപാട് ആളുകളുണ്ട്. ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്യാസസ് ഇവിടെ ഉണ്ട്, നമ്മളുടെ എയറിലുണ്ട്. എയർ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ആയിരിക്കും. എയർ. ഓക്കെ, എയർ മിക്സ്ചറിലായിരിക്കും വിടുക. അടുത്തത് നമ്മളുടെ മെർക്കുറിയാണ്. മെർക്കുറിയിലും ഒരു തരം മോളിക്യൂളേ ഉള്ളൂ. അത് പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും. ഇവിടെ മെർക്കുറി എന്ന് എഴുതി വെക്കുക. മെർക്കുറി. ഓക്കെ, മെർക്കുറി ഇവിടെ ആയിരിക്കും വിടുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നോക്കണേ. അടുത്തത് എന്താ? ഷുഗർ സൊല്യൂഷനാണ്. ഷുഗർ സൊല്യൂഷൻ പഞ്ചസാര ലായനിയാണ്. നമുക്കറിയാം ഷുഗർ സൊല്യൂഷനിലും 2 മോളിക്യൂൾസ് ഉണ്ട്. അതേതൊക്കെയാണ്? ഷുഗർ മോളിക്യൂളുണ്ട്, വാട്ടർ മോളിക്യൂളുണ്ട്. ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ആയിരിക്കും. ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, അതിവിടെ ആയിരിക്കും വരിക. ഓക്കെ, നമ്മളതും കംപ്ലീറ്റ് ചെയ്തു. ഈ ബോക്സ് നമ്മൾ മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ബി ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദോസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓഡ് വണ്ണ്, ഒറ്റപ്പെട്ടത് ഏതാണോ അത് തിരഞ്ഞെടുത്ത് എഴുതുക. എ കോപ്പർ സൾഫേറ്റ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, ബി ഓക്സിജൻ നൈട്രജൻ, സി സോഡ അതുപോലെ എയറാണ്, ഡി എന്ന് പറയുന്നത് വാട്ടറും ഗ്ലിസറിനുമാണ്. അതിൽ നിന്ന് മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. അതിൽ നിന്ന് ഓഡ് വണ്ണായിട്ടുള്ളത് ഇതാ ഓപ്ഷൻ എ ആയിരിക്കും. ഓഡ് വണ്ണായിട്ടുള്ളത് കോപ്പർ സൾഫേറ്റും പൊട്ടാസ്യം പെർമാഗ്നേറ്റും ആയിരിക്കും അതിൽ ഓഡ് വണ്ണ്. കാരണം കൃത്യമായിട്ട് മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. ബാക്കി ബി ആണെങ്കിലും സി ആണെങ്കിലും ഡി ആണെങ്കിലും ബാക്കിയുള്ള ഓരോ ജോഡി BCD എന്ന് പറഞ്ഞ ഓപ്ഷനിലെ ഓരോ ജോഡി സബ്സ്റ്റൻസുകൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്സ്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആയിരിക്കും കിട്ടുക. ഹെറ്ററോജീനിയസ് മിക്സ്ചർ ആയിരിക്കും കിട്ടുക. കേട്ടല്ലോ? ഇതും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെറ്ററോജീനിയസ് മിക്സ്ചർ കിട്ടും. പക്ഷേ ഓപ്ഷൻ എ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റും പൊട്ടാസ്യം പെർമാഗ്നേറ്റും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെറ്ററോജീനിയസ് മിക്സ്ചർ കിട്ടില്ല. ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ബാക്കിയുള്ളത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിക്സ്ചർ ആയിരിക്കും, പക്ഷേ എ കോപ്പർ സൾഫേറ്റും പൊട്ടാസ്യം പെർമാഗ്നേറ്റും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിക്സ്ചർ ആവില്ല. അത്രയും നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ബി ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ബി ക്വസ്റ്റ്യൻ നോക്ക്.
റൈറ്റ് ദ കമ്പോണൻസ് ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ്. സ്വർണ്ണ ആഭരണങ്ങളുടെ കമ്പണൻസ്, അതിലേതൊക്കെയാണ് എലമെൻറ്റ്സ് ഉള്ളത് എന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഓർണമെൻറ്റ് ഗോൾഡിൽ മക്കളെ ഗോൾഡ് ഉണ്ട്, നമുക്കറിയാം. സ്വർണം, അതായത് സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ സ്വർണ്ണമുണ്ട്. പിന്നെ ഗോൾഡ് മാത്രമല്ല, ഗോൾഡിൻ്റെ പുറമെ ആഭരണ സ്വർണ്ണത്തിലാണെങ്കിൽ, ഓർണമെൻറ്റ് ഗോൾഡിലാണെങ്കിൽ ഗോൾഡിൻ്റെ ഒപ്പം കോപ്പറും ഉണ്ടാവും. പക്ഷേ കോപ്പർ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. സോ ഓർണമെൻറ്റ് ഗോൾഡിൽ 2 കമ്പണൻസ് ആണുള്ളത്. ഒന്നാമത്തത് ഗോൾഡും രണ്ടാമത്തത് കോപ്പറും. സോ നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. സോ മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.